അമ്പലം ഫീൽ കേട്ടാ. ഭക്തജനങ്ങളെ, സർവൈശ്വര്യ പൂജിതയും സർവശക്തയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സംസ്ഥാന ട്രഷററുമായിരുന്ന, അതിലുപരി ഞങ്ങളുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയായിരുന്ന അവിടെ എന്താ വല്യമ്മമാരില്ലായിരുന്നോ? ശ്രീ ദേശായണിയുടെ നിത്യ ചൈതന്യം ഓവർഫ്ലോ അടിക്കുന്ന, നിറഞ്ഞു തുളുമ്പുന്ന, പുളി വളഞ്ഞു നിൽക്കുന്നതിൽ കുടുംബക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ്. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രശസ്ത കരിമരുന്ന് പ്രയോഗ വിദഗ്ധൻ ശ്രീ പൊടിയൻ അവതരിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗം സ്പെഷ്യൽ ഗുണ്ട് പൊട്ടിച്ച് ആരംഭിക്കുന്നതായിരിക്കും. ഒരു എൻട്രി പഞ്ചിന് ഒരെണ്ണം വെച്ച് കീച്ച മൈക്കാകുമ്പോ അങ്ങ് കേട്ടോളൂ. എന്റെ പഞ്ച് കാണാൻ വന്ന പോളെ. അയ്യോ വല്യമ്മേ, രക്ഷപ്പെടരുതേ. അയ്യോ അതങ്ങനല്ലോ, വല്യമ്മേ രക്ഷിക്കണേന്നല്ലേ പറയുന്നത്. അയ്യോ, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഇവിടുത്തെ ഐതിഹ്യം അറിയത്തില്ലേ നിനക്ക്? ഇല്ല, അറിയത്തില്ല. എടാ, ഞങ്ങളുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മ വലിയ ദേഷ്യക്കാരിയായിരുന്നു. കാലിന്റെ നഖത്തിനിടെ വരെ ദേഷ്യം ഉണ്ടായിരുന്നു. അവര് കുളിക്കത്തില്ലായിരുന്നു. എടാ, വലിയ കോവിഷ്ടയായിരുന്നെന്ന്. ഓ, പിന്നെ പുള്ളിയുടെ കോപം അടക്കാൻ വേണ്ടി ഞങ്ങളുടെ അപ്പൂപ്പൻ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമായത്. ടിപ്പറെ കൊണ്ട് അടിക്കുമായിരുന്നു. അല്ല, കൂട്ടിയിട്ടേക്കാന്ന് പറഞ്ഞു. അല്ല, കുടിയിരുത്തിരിക്കുന്ന സ്ഥലമായത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര ദേഷ്യം ഉണ്ടാലും ഇവിടെ വന്ന് മനമുരുകി അമ്മൂമ്മേ രക്ഷപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേഷ്യമൊക്കെ അലിഞ്ഞങ്ങില്ലാണ്ടാവും. അമ്മൂമ്മേ എന്നോട് ദേഷ്യപ്പെടരുതേ. ഓണൈസർ വാങ്ങിച്ച് തന്നെ അങ്ങ് തിന്നുവാന്നോടാ, എനിക്ക് കൊടുത്താടാ. അങ്ങോട്ട് തുറക്ക് വെച്ച് കത്തിച്ചു തരാം. ഇത് പൂത്തിരിയാ. അതോ? ഇത് കാരണം എന്റെ വീട്ടിൽ കുത്തിരി വാങ്ങിക്കുന്നത്. അതൊന്ന് ചീറ്റണം. എന്താ? നീ പൂത്ത അരി തിന്നേണ്ടി വരും. അമ്മുമ്മേ ദേഷ്യപ്പെടുത്തരുതേ. എന്നോട് ദേഷ്യപ്പെടരുതേ. ആ ഗുണ്ട് കെട്ടിയതാന്നോടാ. ആ ഗുണ്ട് കെട്ടിയതാന്ന് അറിയത്തില്ല. മേല് കാണുന്ന രണ്ട് ഓലപ്പടക്കങ്ങൾ തമ്മിൽ കെട്ടിയതാ. ആ താഴെ കാണുന്ന കൊച്ചുപടക്കം ഇല്ലേ, അതവരുടെ ഏറ്റവും ഇളയ ഇറക്കനാ. അച്ഛൻ അമ്മയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവൻ കയറി അങ്ങ് കാച്ചും. എടാ പൊട്ട, ഈ ഗുണ്ട് അതിന്റെ കൂടെ കെട്ടിയിട്ടല്ല ഇത് പൊട്ടുമ്പോ ഇതൂടെ പൊട്ടത്തുള്ളൂ. അത് അവിടെ കിടന്ന് പൊട്ടിക്കോളും. അതെങ്ങനെ പൊട്ടും? അവിടെ കിടന്നാലും മറ്റന്മാര് പൊട്ടുമ്പോ കുശുമ്പ് മൂത്തും ചാടിക്കരയൊക്കെ പൊട്ടിക്കോളും. എങ്ങനായാലും കുഴപ്പമില്ല. ഘോഷയാത്ര വരുന്ന ഉടനെ ഈ സ്പെഷ്യൽ ഗുണ്ട് ഇവിടെ പൊട്ടിച്ച കമ്പം തുടങ്ങിയിരിക്കണം. അയ്യോ, അതെന്തിന് വർത്താനം പറയുന്നത്? എന്റെ സ്പെഷ്യൽ ഗുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പൊട്ടിക്കും. അറിയാമോ, ചാലിയക്കര പൂരത്തിന് ഞാനൊരു പൊട്ടിയിൽ പൊട്ടിച്ചു. ഒരൊറ്റ മനുഷ്യനെ അവിടെ നിന്നില്ല, അറിയാവോ? പിന്നെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോള്. അമേരിക്കയിൽ ആര് വിളിച്ചു? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞ? വൈറ്റ് ഹൗസിൽ പോലും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലോടാന്ന്. വലിയ വെടിയായിരുന്നില്ലേ? ഒറ്റ വെടിയായിരുന്നു. അതല്ല ഇപ്പൊ പറഞ്ഞത്. ഈ സാധനം ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നു. ഇത് എന്തിനു വെച്ചേക്കോ? ഇതോ ഘോഷയാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് തിന്നാൻ കൊടുക്കാൻ പുട്ടുപിഴുങ്ങാൻ വെച്ചേക്കുവാ. ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇതാണ് കതിന. ഇത് മേളിപ്പോയ പോട്ട് നല്ല രസമാണ് കാണാൻ. കണ്ടു ഈ സാധനം താരേന്ന് പെട്ടാത്തെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം നോക്കിക്കൂല്ലേ. ഇത് ഭയങ്കര സഭാകം പോവാ. ഇതിന്റെ വീട്ടിലോട്ട് തീ അങ്ങോട്ട് കൊളുത്തിട്ടുണ്ടല്ലോ. ഒരു വീട്ടിലുള്ള മേളിപ്പോയി പൊട്ടിയിട്ട് ഇങ്ങനെ മുത്തുകൂട കളിച്ചിട്ട് വരും. ഇന്നത്തെ കമ്പത്തിന്റെ സ്പോൺസർ ഞാനാണ്. ഇത് മേളിച്ചെന്ന് പൊട്ടുമ്പം എന്റെ പേര് തെളിഞ്ഞു വരണം. മയിലാടുംകുന്ന് രമണൻ. അയ്യോ, ഇടയ്ക്കത്തെ അക്ഷരം കത്തിയിലേക്ക് എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ഇനി നാട്ടുകാര് മുഖത്ത് നോക്കി വിളിക്കുന്ന പറയാ ഞാൻ ആകാശത്തോടെ എഴുതി കാണിക്കണോ? നിന്റെ ആശാൻ ഭയങ്കര കേൾവി കേട്ടവനായിരുന്നു. പൊട്ടാസ് വരുമ്പോ എനിക്കറിയാം. ഇപ്പൊ എവിടെ ഉണ്ട് പുള്ളി? തൃശ്ശൂർ പൂരത്തിന് പെണ്ണുങ്ങളെ കണ്ടപ്പോ ആശാനം ഇളകി. പിന്നെ ആകാശവാണം കയ്യിലെടുത്ത് വെച്ചങ്ങ കത്തിച്ച്. എന്നിട്ട് പെണ്ണുങ്ങളെ മുഖത്ത് നോക്കി നിന്നു. ആകാശവാണം ആശാലയം കണ്ടൊരൊറ്റ പോക്ക ചെന്ന് വീണത് സിംഗപ്പൂര്. അവിടെ ജോലി കിട്ടിയോ? പിന്നെ തൊഴിൽ സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊണ്ട് വിദേശത്ത് പോകുന്ന ജോലിയില്ല. പിന്നെ ഒരു വാണക്കുറ്റിയും പിടിച്ചോണ്ട് എന്നൊരു ജോലി പോലീസ് പിടിച്ച് അകത്തിട്ടു. ഘോഷയാത്ര വരുന്നു. ഞാൻ മേടിച്ചു പോലെ ആണ് വരേണ്ടി വരുവാന്ന്. ഘോഷയാത്ര വരുന്നു. ഭക്തജനങ്ങളെ, ചാലിയക്കര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഭക്തനിർഭരമായ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗുണ്ടുവരമു ഇപ്പോൾ വെടിക്കെട്ട് പൊട്ടിച്ച ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ഗുണ്ട് പൊട്ടിക്കടാ. പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തങ്ങ് പൊട്ടിയത്. പ്രസിഡന്റ് കഥയ്ക്ക് പൊട്ടിയത്. എടാ ഞാനാ, നീയല്ലേ പൊട്ടിക്കണ്ട. ഘോഷയാത്ര പൊട്ടിക്കടാ. ഞാൻ പൊട്ടിക്കണോ? പൊട്ടിക്കും. ദൂരെ മാറി നിൽക്കുന്ന ഭക്തജനങ്ങൾ ഘോഷയാത്ര ഭക്തിയാദരപൂർവ്വം വരവേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് പൊട്ടുന്ന കേക്കത്തില്ല. അരക്കാതെ ഘോഷയാത്ര കത്തിച്ചു കത്തിച്ചു കത്തിച്ചു. പൊട്ടുന്നില്ലടാ.
തൊട്ടല്ലേ ചിലപ്പം പൊട്ടും. എന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതാ എന്റെ സ്പെഷ്യല്. മരുന്നിടാതെ എങ്ങനെ അമ്മിട്ട് പൊട്ടിക്കാം? കരിമരുന്നാണ് സ്പെഷ്യൽ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുവായത്. എടാ ഈ നാട്ടുകാരോട് ഞാൻ എന്തോ സമാധാനം പറയൂടാ. ഇത് പൊട്ടിയില്ലല്ലോ. പ്രസിഡന്റ് ഒരു വെടി അങ്ങ് പൊട്ടിച്ചാ മതി. എന്തോ വെടി? ഇത് പൊട്ടിയായിരുന്നു നിങ്ങളാരും കേട്ടില്ലെന്ന്. വല്യമ്മേ എന്നോട് ദേഷ്യപ്പെടരുത്. അയ്യോ, എന്നോട് ദേഷ്യപ്പെടല്ലേ.